കൃത്യമായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു ഭയങ്കര നെഗറ്റീവായിട്ട് വരുന്നത്. ഞാൻ ഉൾപ്പെടെ നെഗറ്റീവായിട്ട് വരുമ്പോൾ നമുക്കും സ്വാഭാവികമായിട്ടും എന്താണെന്ന് അറിയാമല്ലോ. അവൻ കൃത്യമായിട്ട് ഇന്നലെ വരെ അവൻ നദികൾ കണ്ടിട്ട് എന്നെ മെസ്സേജ് അയച്ചു, ചേട്ടാ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ നിനക്കെന്താ പറ്റി, നിനക്ക് ചേട്ടാ ഞാൻ പെട്ടെന്നൊരു വിഷമത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞടാ നീ എന്നെ കണ്ടുപിടിക്കും, ഈ പൊട്ടി ഞാൻ ഇരിക്കുകയല്ലേ, ഒരു ദിവസം അതൊക്കെ ശരിയാവും, എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ ആ ചേട്ടാ ഞാൻ നേരിട്ട് വരുമ്പോൾ പറയാന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ നിർത്തി. അപ്പൊ ഞാൻ അടുത്ത ദിവസം അവനെ കണ്ടിട്ട് ഞാൻ അത് എന്തായാലും അന്വേഷിക്കുന്നു. അല്ല, എന്തായിട്ട് അന്വേഷിക്കണം, ഞാനത് കൃത്യമായിട്ട് പ്രേക്ഷകരെ അറിയിക്കുന്നു. കാരണം അങ്ങനെ ഒരു വിരൽ ചൂണ്ടൽ നമുക്ക് പാടില്ല. നമ്മൾ ചെയ്യാത്ത തെറ്റുകൾ അവൻ ഒരിക്കലും എന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. മീഡിയയിൽ വന്നപ്പോ ധ്യാനിന്റെ സിനിമ സംവിധായകൻ, അല്ലാതെ അവൻ ബാസീനും എന്നെ പറ്റി ഒന്നുമല്ല പറഞ്ഞത്. അവന്റെ സിനിമ റിലീസാവാത്ത 2 സിനിമകൾ ഇതാണ് ഞാൻ ഷൂട്ടിംഗ് നിന്ന് പോയതല്ല, പോസ്റ്റും കഴിഞ്ഞ് തീർത്തതാണ്. പോസ്റ്റും കഴിഞ്ഞ് നിൽക്കുന്ന സിനിമ റിലീസ് ചെയ്താൽ മതി എന്തുകൊണ്ടാണെന്നുള്ള ആ ചോദ്യമാണ് പ്രസക്തമാവുന്നത്. അതോടൊപ്പം തന്നെ ഈ സിനിമയിലേക്ക് നമ്മൾ വീണ്ടും ഈ സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ കുറെ താരങ്ങളുണ്ട്, എല്ലാവർക്കും വേണ്ട സ്പേസ് കൊടുത്തിട്ടുണ്ട്. നിർമ്മൽ പാലാഴി ഒരു സഖാവായിട്ടാണ് അഭിനയിക്കുന്നത് അല്ലേ. ഈ രാഷ്ട്രീയം കൃത്യം പറഞ്ഞു പോകുന്നുണ്ട് സിനിമയിൽ. ഞാൻ നേരത്തെ പ്രസ് മീറ്റിൽ നിന്നു, പയ്യന്നൂരൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയം അതൊരു മനഃപൂർവ്വം എടുത്തു വെക്കുന്ന അല്ല രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. അത്തരം ഒരു രാഷ്ട്രീയ സിനിമകൾക്ക് കൂടുതൽ സ്പേസ് ഉണ്ട് എന്ന് ധ്യാൻ വിചാരിക്കുന്നുണ്ട്. അത്തരം രാഷ്ട്രീയ സിനിമയല്ല ഒന്ന്, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സെറ്റയറോ അല്ലെങ്കിൽ സോഷ്യൽ സെറ്റയറോ ഒന്നുമല്ല സിനിമ. ആ ഒരു മിക്കവാറും മലബാർ സൈഡിൽ അല്ലെങ്കിൽ കണ്ണൂർ സൈഡിൽ കൂടുതലും പാർട്ടി ഗ്രാമങ്ങളാണ്. ഏത് കണ്ണൂരിലും മിക്കതും പാർട്ടി ഗ്രാമം, അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളാണ് മിക്കതും. അവിടെ സ്വാഭാവികമായിട്ടും 2 പക്ഷക്കാരുണ്ട്, 2 പാർട്ടിക്കാരുണ്ട്. അവർക്കിടയിൽ ഇപ്പോഴും മത്സരങ്ങളുണ്ട്, പോട്ടികളുണ്ട്, അവർക്കിടയിൽ ഇഷ്യൂസ് ഉണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ പോലും അവരൊക്കെ ഡേ ടു ഡേ ലൈഫിൽ കാണുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയുണ്ട്, സുഖമല്ലേ, ഇതൊക്കെയാണ്. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ വരുമ്പോഴും മാത്രമേ ഉള്ളൂ അവിടെ ഒരു എന്തെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാവുമ്പോൾ മാത്രമേ ഇവരുടെ ഇടയിൽ തെറ്റുള്ളൂ. അല്ലാതെ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ പറയണ്ടേ, എല്ലാ ദിവസവും കാണുന്ന ആൾക്കാർ, ഇപ്പൊ നമ്മുടെ മീഡിയക്കാർ സിനിമക്കാരെന്ന് പറഞ്ഞ പോലെ നമുക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ ഉള്ള ഒരു പൊട്ടിത്തെറിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും കാണുമ്പോൾ അതൊക്കെ പരിപാടി എന്നൊക്കെ പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. നമ്മൾക്കിടയിൽ സൗഹൃദമുണ്ട്. പക്ഷെ അപ്പോഴും അവിടെയുള്ള സംഭവം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ പല നാട്ടിൻപുറത്ത് പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ചെറുപ്പം മുതലേ അറിയുന്ന ആൾക്കാർ. പലപ്പോഴും പലരും ഒരേ സ്കൂളിലടക്കം പഠിച്ച ആൾക്കാരായിരിക്കും. ഇവർക്കൊക്കെ 2 പാർട്ടിയുണ്ട്, രാഷ്ട്രീയം ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവരൊക്കെ പണ്ട് മുതലേ കണ്ട് വളർന്ന് ഒരുമിച്ച് കളിച്ച് നടന്ന ആൾക്കാരാണ്. വലുതായി വളർന്നു വരുന്ന സമയത്ത് 2 രാഷ്ട്രീയ ബോധം വരുന്ന സമയത്ത് 2 തരക്കാരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുന്ന കാണുമ്പോൾ നമുക്ക് എന്തൊരു വിനോദാഭാസം എന്ന് തോന്നും. കാരണം അങ്ങനെ എനിക്ക് തോന്നിയിരുന്ന ഒരു കാലമുണ്ട്. കാരണം ഞാൻ അവിടെ പഠിച്ചിരുന്ന സമയത്താണ് ജയകൃഷ്ണ മാഷ സ്കൂളിൽ വെച്ചിട്ട് ഇതാകുന്നത്. ഞാൻ കൂത്തുപറമ്പ് കലാപം ഞാൻ ലൈവായിട്ട് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് കത്തിക്കിടക്കുന്ന ആൾക്കാർ അടി കൊണ്ട് വെക്കുന്നത് ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ ഇതൊക്കെ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. കണ്ണൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിച്ച് നിന്ന് മറ്റേ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് എടുത്ത് വെട്ടുന്ന അങ്ങനത്തെ അത്തരം ആൾക്കാരൊന്നുമല്ല. അതിന്റെ അതർ സൈഡ് എന്ന് പറയുന്നത് വളരെ സ്നേഹമുള്ള ആൾക്കാരും ഭക്ഷണപ്രിയരായിട്ടുള്ളതും ആൾക്കാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും മുഖത്ത് നോക്കി കാര്യം പറയുന്നതും വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള കൊടുക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവിടെ ഒരു ബ്ലഡിലുള്ള രാഷ്ട്രീയമുണ്ട് അവിടെ. അത് ഭയങ്കര ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അത് കലാകാലങ്ങളായിട്ട്, കാരണം കണ്ണൂർ ലോബിയാണ് ഇപ്പൊ കേരള സർക്കാർ എന്ന് പറയുമ്പോൾ എല്ലാവരും അവിടുത്തെ മന്ത്രിമാരാണ്, മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും കണ്ണൂരുകാരാണ്. അപ്പൊ അങ്ങനെ ഉള്ള കണ്ണൂരിന്റെ ഇമേജ് മാറിയത് കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിലായിരിക്കും. കണ്ണൂരിൽ അല്ലെങ്കിൽ ആൾക്കാർ എറണാകുളത്തെല്ലാം തിരുവനന്തപുരത്തുള്ള ആൾക്കാരൊക്കെ വിചാരിച്ചിരുന്നത് കണ്ണൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് പ്രശ്നമുണ്ട്, ആൾക്കാർ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടുവന്നു. അതൊന്നുമല്ല. അവിടുത്തെ രാഷ്ട്രീയം വളരെ സോളിഡ് ആണ്. അപ്പൊ അക്രമ രാഷ്ട്രീയം അന്നും ഇന്നും നമ്മളാരും ഫേവർ ചെയ്യുന്നത്, നമ്മളാരും സപ്പോർട്ട് ചെയ്യുന്നില്ല. അവിടുത്തെ ജനങ്ങളടക്കം അതിനെതിരാണ്. പക്ഷെ പല അക്രമ രാഷ്ട്രീയത്തിനടക്കം പലതും പേഴ്സണലാണ്. രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അവിടെ പലപ്പോഴും പേഴ്സണൽ ആയിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഒരു സുഹൃത്തിനെ വെട്ടിക്കഴിഞ്ഞാൽ അവൻ പോയി തിരിച്ചു വെട്ടുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. അത് ഇമോഷണലാണ്, വൈകാരികമാണ്. അതിൽ പാർട്ടി രാഷ്ട്രീയം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ പലപ്പോഴും ഇപ്പൊ ഇക്കനെ ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചോദിക്കാൻ പോകും, അത്രേ ഉള്ളൂ. അത് അവസാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ കൊലപാതകത്തിലാന്ന് മാത്രം. ഈ നായികയെ സെലക്ട് ചെയ്ത് എങ്ങനെയാണ്? നായിക പ്രോപ്പർ ഓഡിഷൻ കാസ്റ്റിംഗ് വഴി തന്നെ, കാസ്റ്റിംഗ് കോൾ വഴി തന്നെ സെലക്ട് ചെയ്തു. നമുക്ക് ഇത്തരം സംഭാഷണം വേണം, കർണാടക പിടിക്കണം, അതർ ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് തന്നെയാണോ ഈ രാജസ്ഥാനിൽ നിന്ന് തന്നെ? രാജസ്ഥാനല്ലേ? അല്ല, ജമ്മു കാശ്മീർ. അപ്പൊ അല്ല, അത് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അവര് കുട്ടീന്റെ ഓഡിഷൻ എടുത്തു. അവള് തമിഴിലൊരു സിനിമ അഭിനയിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. അങ്ങനെ അവര് ഓരോ കാസ്റ്റിംഗ് ഡയറക്ടർ ആരുമായിട്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആര് വഴി വന്നെന്നുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഓഡിഷൻ എടുത്തു. ഓഡിഷൻ ടേപ്പ് എനിക്ക് ഷെയർ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു നല്ല കുട്ടിയാണ്, കുഴപ്പമില്ല, നന്നായി അഭിനയിച്ചു. അപ്പൊ സിനിമയിലും അവള് കാരണം പുതുമുഖ നടിയാണ്, പ്രത്യേകിച്ച് മലയാളം പോലത്തെ ഒരു ഭാഷയിൽ അവള് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. നമ്മളോടൊക്കെ ഭയങ്കര ജെല്ലായി പോയി അവള്. ഈ നായികമാരെയൊക്കെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ സിനിമ നായകനാണല്ലോ, ചില ആളുകൾ സെലക്ട് ചെയ്യുമ്പോൾ നായികമാര് ഇന്നതാണെങ്കിൽ കൊള്ളാം, അങ്ങനെയൊക്കെ സെലക്ട് ചെയ്യാറുണ്ടോ? ഞാൻ പൊതുവെ ചെയ്യാറില്ല. ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതിൽ തെറ്റ് പറയാനും പറ്റില്ല. അത് കാരണം
മിക്ക ഡയറക്ടേഴ്സും വന്നിട്ട് ചേട്ടാ സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇന്ന് ഇതിന് നായികാരം കൊണ്ടോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ പലപ്പോഴും പറയും അത് നിങ്ങളുടെ ചോയ്സ് ആണ്. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ആരം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ. ഞാൻ ഇന്നേ വരെ കാസ്റ്റിങ്ങിൽ പലപ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല. ഇപ്പൊ ഇതിലായിക്കോട്ടെ അജു വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ ഒരു സിനിമയിൽ അജു ഒരു സിനിമയിലും ഞാൻ അജു വേണമെന്നുള്ള നിർബന്ധം പറഞ്ഞിട്ടില്ല. അവരൊക്കെയാണ് ഇങ്ങോട്ട് വന്നിട്ട് ഇത് അജുവും ധ്യാനം ഉണ്ടെങ്കിൽ ഈ കോമ്പിനേഷൻ രസമായിരിക്കും. ഞാൻ ഇതിൽ അങ്ങനെ ഒരാളെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഞാൻ വേണം നിർബന്ധം പിടിച്ച ഒറ്റ ഒരാള് അനീഷ് ആയിരിക്കും എല്ലോട്ടത്തിൽ. ബിക്കോസ് അനീഷ് അത് ചെയ്യണമെന്ന് അനീഷിന് ഭയങ്കര ആഗ്രഹം എന്നോട് പറഞ്ഞു. അപ്പൊ അനീഷ് മാത്രം എന്നോട് എനിക്കത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, ഒന്ന് റെഫർ ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ രീതിയിൽ അനീഷ് അത് ചെയ്താൽ കൊള്ളാം. അപ്പൊ അവർ ആ കാസ്റ്റിംഗ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ കൃത്യമായിട്ട് അനീഷിനെ മാത്രം ഞാൻ റെഫർ ചെയ്തിട്ടുണ്ട്. വേറെ ആരുടെയും പേര് നമ്മൾ പറയാറില്ല, പൊതുവേ പറയാറില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ, നേരത്തെ പറഞ്ഞെങ്കിലും ഒരു കാര്യം ഇതിലും കൂടെ ചോദിക്കാം. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു അല്ലെ, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു ആളാണ്. ഇതിന് മുമ്പ് എന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ച കാലങ്ങളുണ്ട്, ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ കുടുംബത്തിൽ വൈഫുണ്ട്, കുട്ടിയുണ്ട്, ജ്യേഷ്ഠനുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മറ്റുള്ളവരൊക്കെ ഉണ്ട്. അവര് കേൾക്കുമ്പോൾ അവർക്കൊരു മോശമാകില്ലേ എന്ന് ചിന്തിക്കാറുണ്ട്. അല്ല, ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു പോയിന്റിൽ അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇവരെല്ലാവരും നമ്മളെല്ലാം മാറി നിൽക്കുമ്പോൾ ഞാൻ ഇതൊക്കെ നിർത്തി നിൽക്കുന്ന ഒരു സമയത്ത് എല്ലാം അവസാനിപ്പിച്ചല്ലോ, എന്നേക്കുമായി അവസാനിപ്പിച്ചു. അപ്പോ അങ്ങനെയുള്ളൊരു സമയത്ത് ഞാൻ ഇതിനെപ്പറ്റി പറയുമ്പോൾ അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഗുണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ആ വശം മാത്രമേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ ആക്ച്വലി അങ്ങനെ അവയർനെസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ചിന്തിച്ചിട്ട് കൊടുത്തൊരു ഇന്റർവ്യൂ ഒന്നും അല്ല. പക്ഷെ അത് സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് തോന്നി, അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ചില കാര്യങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അഡ്രസ്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഞാൻ ഇതിലൂടെ ഒരു അവയർനെസ് കൂടെ ഉണ്ടാവുന്നത് സംസാരിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് അങ്ങനെ ഒരു, അതുകൊണ്ടാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ ഞാനത് ഒന്ന് രണ്ട് അതിനെ ഞാൻ സ്കിപ്പ് ചെയ്ത് വിടാൻ നമുക്കറിയാം കൃത്യമായിട്ട്. പക്ഷെ ഞാൻ അതിനെ എലാബറേറ്റ് ചെയ്യാൻ കാരണം കുറച്ചുകൂടെ ഒരു പൊടി ഞാൻ കൂടുതൽ സംസാരിക്കാൻ കാരണം ഇതുകൊണ്ട് ആർക്കെങ്കിലും, അല്ലെങ്കിൽ കാരണം ഞാനൊരു ലിവിങ് എക്സാമ്പിൾ ആണ് ആ രീതിയിൽ. അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ ഭയങ്കര വലുതാണ്. ഇൻഫാക്ട് അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ മുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതിന് കാരണം ഒരു പരിധി വരെ ഇതൊക്കെ തന്നെയാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞു ആ ഇന്റർവ്യൂവിൽ. അപ്പോൾ അത് നഷ്ടപ്പെട്ടതിന് ആ കാലം തിരിച്ചു പിടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഈ വർഷങ്ങൾക്കപ്പുറം ഞങ്ങൾക്കിടയിലുള്ള ഒരു ബോണ്ടിങ്ങിലൊക്കെ ഒരു വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിനൊക്കെ ഒരു പരിധി വരെ ഇത് കാരണമാണെന്ന് ഞാൻ ഇന്നും വിശ്വസിക്കുന്നു. അതുകൊണ്ടും കൂടിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ വെച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തോന്നി ഇതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു ബോധവൽക്കരണം അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാൻ പറ്റിയത് നന്നായിരിക്കുന്നു. എനിക്ക് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒരു പ്ലാനോട് കൂടി പോയി ഒരു സ്ട്രാറ്റജി ഒന്നും ഇരിക്കുന്ന സ്പേസ് നല്ലതാണ്, തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും പറയാം. അതെ, അത് ഞാനൊരു ഒരു ഫിലിം പ്രൊമോഷൻ അല്ലാതെ ഒരു മനോരമ ന്യൂസ് പോലത്തെ ഒരു ചാനലിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ അത് അതിന്റെ ഓഡിയൻസ് പറയാണ്, അത് കൃത്യമായിട്ട് അതൊരു സീരിയസ് ടോക്ക് ആയിരുന്നു. പുള്ളി വളരെ സീരിയസ് ആയിട്ട് അപ്പൊ അങ്ങനെ ഒരു സീരിയസ് അപ്രോച്ച് ഉള്ള ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ടും ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് അതിനെ പറഞ്ഞത്. അത് കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ലഹരി ഉപയോഗത്തിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞു പോയ കഥകളാണ്, അത് ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇല്ല എന്നും പറഞ്ഞു. അതൊന്നും നമ്മളായിട്ട് നിർത്താമല്ലോ, ആ ഓരോ വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ധ്യാനം സംബന്ധിച്ചുള്ള ഒരു സിനിമാ ലൊക്കേഷനിൽ പോയി കൃത്യത പാലിക്കുന്നു എന്നാണ് ഞാൻ അറിയുന്നത്. ഒരു ലൊക്കേഷനിൽ കൃത്യസമയത്ത് എത്തുക. കഴിഞ്ഞ ദിവസമാണ് ഈ വയനാട്ടിൽ നിന്ന് കൊച്ചി വരുന്നു, കൊച്ചിയിൽ നിന്ന് രാവിലെ തന്നെ വയനാട്ടിലേക്ക് തിരിച്ചു വന്നു. ഇതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഈ യാത്ര ഉറക്കമില്ല, ഞാൻ കുറെ ദിവസമായിട്ട് അറിയുന്നു. അതെ, കാരണം ഞാനിപ്പോ 12-ാം തീയതി ഷൂട്ട് തുടങ്ങി, ഇപ്പൊ 17-ാം ഞാൻ 3-ാമത്തെ തവണയാണ് വയനാട്ടിൽ നിന്ന് കൊച്ചി വന്നത്. ഇപ്പൊ ഞാൻ തിരിച്ചു വയനാട്ടിലേക്ക് തിരിച്ചു പോകണം. അല്ലെ, നമ്മളെ ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇന്ന് എന്നെ ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ അത് ഈ സിനിമക്ക് ആവശ്യമാണ്. അപ്പൊ അതിൽ എന്റെ ചോയ്സസിനോ എന്റെ ഉറക്കത്തിനോ അത് ഇവിടെ പ്രസക്തിയില്ല. ഈ സിനിമയുടെ ഈ സക്സസ് സെലിബ്രേഷൻ ഇവിടെ ഞാൻ അവൈലബിൾ ആയിരിക്കുക എന്നുള്ളത് ഈ സിനിമയ്ക്കും എന്റെ ആവശ്യമാണ്. അൾട്ടിമേറ്റ് എന്റെ സിനിമയാണ്. അപ്പോൾ അവിടെയും ഇതേപോലെ എനിക്ക് തിരിച്ചെത്തണം. സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ പ്രത്യേക ഒരു പെർമിഷൻ എടുത്ത് അവരോട് ചോദിച്ചത്. കാരണം ഇപ്പൊ എനിക്ക് നൈറ്റ് ഷൂട്ടാണ്, എനിക്ക് ഡെയിലി ഷൂട്ടില്ല. അപ്പൊ ഞാൻ നൈറ്റ് എത്തിയാൽ മതി. അവരോടും കൃത്യമായി കാര്യം പറഞ്ഞു. അപ്പൊ അവർക്ക് അവിടെയും ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം. അല്ലെങ്കിൽ സാധാരണ ആൾക്കാരൊക്കെ നടന്മാർ, എനിക്കറിയാവുന്ന ആൾക്കാർ പടം ബ്രേക്ക് ചെയ്തിട്ട് പ്രൊമോഷന് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒരിക്കലും അത് എനിക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ മാറ്റി വെക്കാൻ ചിലപ്പോൾ, പക്ഷെ ഒരു ദിവസം മാറ്റി വെക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പൊ അതൊരിക്കലും ഞാൻ കാരണം ഒരു ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാകാൻ പാടുള്ള നിർബന്ധം ഉള്ളത് കൊണ്ടും ഞാൻ അത് മാനേജ് ചെയ്ത് പോകുന്നു. ഇനിയിപ്പം യാത്രയിൽ ഉറങ്ങിയങ്ങ് പോകും. യാത്രയിലാണ് ഉറക്കം. ഈ കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ ചാനൽ ചർച്ചയിൽ അല്ലേ ഞാൻ ഇരിക്കുകയുണ്ടായി. അത് മലയാള സിനിമയ്ക്ക് ഏറ്റവും മോശമായ രീതിയിൽ വ്യക്തിഹത്യ ചെയ്യുന്ന റിവ്യൂ ചെയ്യുന്ന ആൾ കൂടിയാണ് അല്ലേ, അശ്വൻ കോക്കിന്റെ കൂടെ ഇരുന്നു.
പിന്നീട് അതിൽ പല കമന്റുകളും വന്നു. പല ആളുകളും അത് ധ്യാൻ ഇരുന്നത് എന്തിനാണെന്നുള്ള ചോദ്യങ്ങൾ. ധ്യാൻ അത് ഇരുന്നത് സ്വാഭാവികമായിട്ടത് ഞാൻ ഇരിക്കണം എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു, അതോ പെട്ടെന്ന് ഇപ്പൊ ഞാൻ എന്നെ പോലുള്ള സുഹൃത്തായിരിക്കും വന്ന് പറഞ്ഞപ്പോൾ കയറിയിരിക്കുന്നു? എന്താണ് അതിലെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ? നേരത്തെ വല്ല പ്ലാനിങ് അറിയാമായിരുന്നു? ഇല്ല, തലേ ദിവസം ഞാൻ അറിഞ്ഞത്. തലേ ദിവസമാണ് എന്നുവെച്ചാൽ ആ ഇന്റർവ്യൂ എടുക്കുന്നതിന്റെ അതിന്റെ മുന്നത്തെ ദിവസം എന്നോട് അനൂപിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന അനൂപ് പറഞ്ഞു, ചേട്ടാ അശ്വന്ത് നമ്മുടെ പുള്ളി ഇന്റർവ്യൂ ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ ഞാൻ നദികളുടെ പ്രൊമോഷനായിട്ട് ഭാഗമായിട്ടാണോ എന്ന് ചോദിച്ചപ്പോ അതല്ല, അതുമായിട്ട് നമുക്ക് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നില്ല. അപ്പൊ ഒരു ഡിസ്കഷൻ പോലെ വെക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സ്വാഭാവികമായി എനിക്ക് ചർച്ചകളും ഇങ്ങനത്തെ സംവാദമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരാളുടെ മനസ്സറിയുക, അല്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു ആ സംവാദത്തിൽ. അല്ല അങ്ങനെ അതൊരു ഡിബേറ്റ് അല്ല, പക്ഷെ എന്നാൽ പോലും നമ്മുടെ സൈഡിലുള്ള അതിൽ ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറയേണ്ട ചില കാര്യങ്ങൾ. പക്ഷെ അശ്വന്ത് വന്ന സമയത്തും ഒരു കോഡ് ഓഫ് കണ്ടക്ട് അല്ല, റെസ്പെക്ട് ഉണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് മ്യൂച്വൽ ആണ്. അത് പറഞ്ഞ പോലെ അയാളെ നമ്മൾ ക്ഷണിച്ചിട്ട് വരുന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും നമുക്ക്, അതൊക്കെ ശരിയാണ്. പക്ഷെ ക്ഷണിച്ച് അദ്ദേഹം കണ്ണൂരിൽ നിന്ന് നമ്മുടെ ലൊക്കേഷനിൽ. അപ്പൊ ആ ഇന്റർവ്യൂവിന്റെ ഒരു പർപ്പസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പുറത്തൊരു പ്ലാനിങ്ങോ ഒന്നുമില്ല. പക്ഷെ ഇന്ന് അദ്ദേഹത്തിന്റെ റിവ്യൂ അല്ലെങ്കിൽ അശ്വന്തിന്റെ റിവ്യൂ കണ്ടിട്ട് സിനിമ കാണാൻ വരുന്ന ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിന്റെ ക്രിറ്റിസിസം പലപ്പോഴും ഹെൽത്തി അല്ലാന്ന് എനിക്ക് ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ വ്യക്തിഹത്യ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനോടും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു ലെവല് വിട്ട് പോകുമ്പോൾ അതൊരു പരിധിയിൽ കൂടുതൽ ആൾക്കാരെ മോക്കിയല്ല, കളിയാക്കുന്ന ഒരു പരിപാടി, ഇൻസൾട്ട്, ഇതൊക്കെ ഞാൻ കൃത്യമായിട്ട് ആ ഇന്റർവ്യൂവിൽ ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടുമില്ല, ശ്രമം നടത്തിയിട്ടുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഇന്റർവ്യൂ അതിന്റെ ഒരു ലൈൻ എനിക്ക് കിടക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല. എനിക്ക് വേണമെങ്കിൽ ഭയങ്കര തറപ്പിച്ചത് പറയായിരുന്നു, ഇത് തെറ്റാണെന്നുള്ള രീതി. ഇപ്പോഴും ഞാൻ തെറ്റാണെന്ന് പറയുമ്പോൾ അത് ഭയങ്കര എന്താ പറയണ്ടേ, അയാളുടെ ശരി നമ്മുടെ തെറ്റെന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമാണ്. ഇത് അയാൾക്കത് ശരിയാണെങ്കിൽ അത് ശരി, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡീഫെയിമിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ കോടതിയും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ അടിയിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അയാൾക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കുക എന്നതാണ്, കോടതിയാണ് അത് തീരുമാനിക്കേണ്ട ഡിഫമേഷൻ ആണോ അല്ലയോ എന്നുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, സിനിമയുടെ റിവ്യൂ പറയുന്നതൊക്കെ ടോട്ടലി അയാളുടെ യൂട്യൂബ് ചാനൽ അദ്ദേഹത്തിന് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു പരിധി വരെ നമ്മളൊക്കെ തന്നെ അദ്ദേഹത്തെ വളരെ സീരിയസ് ആയിട്ട് കാണുന്നു, അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ട്? കാരണം നെഗറ്റീവ് ആയിട്ടുള്ള വാർത്തകളല്ല, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഫോളോ ചെയ്യാൻ ഒരുപാട് പേരുകൾ, നല്ലത് പറയുന്ന ആൾക്കാരെ അല്ലെങ്കിൽ നല്ല റിവ്യൂസ് അല്ലെങ്കിൽ എന്ന് വെച്ചിട്ട് അദ്ദേഹം നല്ലതും പറയുന്നുണ്ട്. നമുക്ക് എല്ലാ രീതിയിലും പുള്ളിനെ അടിച്ചാക്ഷേപിക്കാൻ പറ്റൂല. കാരണം നല്ല സിനിമകൾ വരുമ്പം നല്ലത് പറയുകയും മോശം വരുന്ന സമയത്ത് പറയുന്ന രീതിയും ഭാഷയും നദികളിൽ സുന്ദരി മോശമല്ലല്ലോ സിനിമ. അല്ല, ഞാൻ പറയാം അത് അദ്ദേഹത്തിന്റെ മാത്രം ഒപ്പീനിയൻ അല്ല. ഇപ്പൊ ഞാൻ അത് പറയാൻ ആഗ്രഹിച്ചാൽ അശ്വന്തിന്റെ അച്ഛനും അമ്മയും അശ്വനെ കൂട്ടിയിട്ട് പോകും. കാരണം അശ്വന്തിന്റെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടും, അദ്ദേഹത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല. കാരണം ഞാൻ കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ് തന്നെ ഒരു 30 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 35 വയസ്സിന് മുകളിലുള്ള ആൾക്കാരെന്ന് ഞാൻ ഈ സിനിമയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ്. അപ്പൊ ഒരു ചെറുപ്പക്കാരുടെ ഒരു പ്രീതി അല്ലെങ്കിൽ ഇഷ്ടം കിട്ടണമെന്ന് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. കിട്ടിയാൽ കിട്ടി, ഓക്കെ. കാരണം RDXും അല്ലെങ്കിൽ ഇടിപ്പടങ്ങളും വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമകൾ കണ്ട് ആവേശത്തിൽ കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ ഒരു ഫാമിലി നാട്ടിൻപുറ സിനിമയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു പ്രസക്തിയില്ല അങ്ങനെ ഒരു സിനിമയ്ക്ക് ഇന്നത്തെ കാലത്ത്. അപ്പൊ ഞാൻ കാറ്റർ ചെയ്യുന്ന ഓഡിയൻസ് കൃത്യമായിട്ട് ഈ പറഞ്ഞ അശ്വന്തിന്റെ അച്ഛന്റെയും അമ്മയുടെയും പ്രായമുള്ള അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മയുടെയും പ്രായമുള്ള 30-35 വയസ്സിന് മുകളിലുള്ള ആ പഴയ ജനറേഷൻ അല്ലെങ്കിൽ 90s കിഡ്സ് അല്ലെങ്കിൽ 80s കിഡ്സ്, അവരെയാണ് ഞാൻ കാറ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ 70s ആൾക്കാർ. അപ്പോൾ അത്തരം ഓഡിയൻസിന് ഇത് തീർച്ചയായിട്ടും വർക്കാവുന്ന ഒരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഈ സിനിമ നല്ല സിനിമയാണെന്ന് പറഞ്ഞത്. കാരണം നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് അതാണ്. എന്നിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. കാരണം പറഞ്ഞത്ര മോശം സിനിമയല്ല എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കും. കാരണം പുള്ളിക്ക് അത് വർക്കായില്ലെങ്കിൽ അത് പുള്ളിയുടെ മാത്രം ഒപ്പീനിയനാണ്. അതുകൊണ്ട് ഒരിക്കലും ഇതിന് ആള് പേരാതാവോ അല്ലെ ഇത് നമ്മളതിനെ സീരിയസ് ആയിട്ട് കാണേണ്ടതാണ്. കാരണം ആ പടം അഭിപ്രായം വന്നു, അതിന്റെ താഴെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അശ്വന്തിന്റെ ഇതിന്റെ കമന്റ്സിന് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഒരു 10, 40, 50% ആൾക്കാർ പറയുന്നുണ്ട് പടം കണ്ടു, നല്ലതാണ്. കാണാത്ത ആൾക്കാരാണ് ബോംബ് എന്ന് പിന്നെയും പറയുന്നത്. കണ്ട ഒരാൾ പോലും ഞങ്ങൾക്ക് മിക്സ്ഡ് പോലും അല്ല, ഞങ്ങൾക്ക് വന്ന ആകെ മിക്സ്ഡ് എന്ന് പറയുന്ന അശ്വന്തിന്റെ മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനർത്ഥം അശ്വന്തിന് എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പറയുന്നത് വെച്ചാൽ ആ അശ്വന്തിന് താഴെയുള്ള കമന്റ് സെക്ഷൻ എടുത്താൽ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ആ സിനിമ കണ്ട മിക്ക ആൾക്കാരും ആ സിനിമയെ പറ്റി നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. കണ്ട ആൾക്കാർ, കാണാത്ത ആൾക്കാരാണ് അപ്പോഴും നെഗറ്റീവ് പറയുന്നത്. പക്ഷെ ഇവിടെ എപ്പോഴും സെല്ലാവുന്ന നെഗറ്റീവ് വാർത്തകളും ഇതും ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അതാണ് സെല്ല് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടായിരിക്കാം. പിന്നെ
അതൊരു കൃത്യമായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിട്ട് എനിക്ക് അതിന് പുള്ളി വളരെ പെറിഫറൽ ലെവലിലാണ് അതിനെ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് ഇഷ്ടമായില്ല, അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ഒന്നുമില്ല. അപ്പൊ എനിക്കതിൽ അതിന്റെ ഒരു റിവ്യൂയിങ് എനിക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ തോന്നി. എനിക്ക് തോന്നി ആ റിവ്യൂല് ഇപ്പൊ പറഞ്ഞ പോലെ ക്ലാരിറ്റി കുറവ് എനിക്ക് തോന്നിയത് ധ്യാനുമായിട്ടിരുന്ന ഒരു അഭിമുഖം എടുത്തപ്പോൾ അതിനി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടാൽ പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനം സൂചിപ്പിച്ചതുണ്ടാവുന്ന ചിലപ്പോൾ കമന്റ് വരാം, ചിലപ്പോൾ വരാം. അല്ല എന്റെ ഒരു ഒപ്പീനിയൻ. അല്ല, അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും ആ രീതിയിൽ. അശ്വന്ത് ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ അശ്വന്ത് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം അത്ര മോശം സിനിമയല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഞാൻ ഇവിടെ അഭിപ്രായം പറഞ്ഞത് നമ്മൾ മാത്രമല്ല, നാദിർ ഷാ തൊട്ടിട്ട് മധുബാൽ സാർ തൊട്ടിട്ട്. അപ്പോ എത്തരത്തിലുള്ള സിനിമയാണെന്നുള്ള ഇങ്ങനൊരു സിനിമ, ഇത് മഹാത്ഭുതം എന്നൊന്നും നമ്മൾ ആരും അവകാശപ്പെടുന്നില്ല. ഒരിക്കലും പക്ഷേ കുറെ കാലത്തിന് ശേഷം കുറച്ച് ചിരിക്കാൻ പറ്റുന്ന നാട്ടിൻപുറ സിനിമയാണെന്നുള്ളതിൽ യാതൊരു തർക്കമില്ല. അത് നമ്മളും അശ്വതിനെ പോലെ ഒരു ഓഡിയനാണ്. എനിക്കും ഒരു തേർഡ് പേഴ്സൺ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഇക്കയ്ക്കും ഉണ്ട്. നമ്മളൊക്കെ ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്കത് ഒരു 80% ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ഒരു 10% ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ അവരൊന്നുകിൽ നമ്മളെക്കാളും വളരെ മുകളിൽ അവരുടെ സ്റ്റാൻഡേർഡ് കൂടി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ മലയാള സിനിമ കാണേണ്ട ആൾക്കാരെയല്ല, അല്ലെങ്കിൽ അവര് മലയാള സിനിമ കാണുന്നത് നിർത്തണം. കാരണം ഈ സ്റ്റാൻഡേർഡ് കൂടിപ്പോയാലും പ്രശ്നമാണ്. നമ്മൾ നിൽക്കുന്ന നാട്ടും ഈ കേരളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇത്തരം സിനിമകളും വേണം. ഇവിടെ ഫാമിലിക്ക് സിനിമകളും ഉണ്ട്, അവർക്ക് കുടുംബത്തോടെ. കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസം തിയേറ്ററിലും ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് കുടുംബ പ്രേക്ഷകർ ചിരിക്കുന്നു, അവര് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് സിനിമയെ. അപ്പോ അത് കാണുമ്പോൾ അവർക്കും വേണ്ടേ സിനിമ. ഒരു അടിപ്പടങ്ങൾ മാത്രം, അല്ലെങ്കിൽ ഇവിടെ മാസ് ത്രില്ലർ പടങ്ങൾ മാത്രം മതിയോ? കുടുംബ പ്രേക്ഷകർക്കും വല്ലപ്പോഴും പോയി ചിരിക്കാനും അങ്ങനെ നോക്കുമ്പോൾ അത്തരം സിനിമകൾ എവിടെ പോയി കാണുന്നില്ല. കാരണം യങ്സ്റ്റേഴ്സിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഇന്ന് സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ കുടുംബ പ്രേക്ഷകർക്കും വേണ്ടേ? കുടുംബ പ്രേക്ഷകർ വന്നു തുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് അതുണ്ടാക്കുന്ന ഒരു മൈലേജ് ഭീകരം. അപ്പൊ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിത്തുടങ്ങി ഇന്നലെ തൊട്ട്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല ഈ ഒരു റിവ്യൂ കൊണ്ട് ഈ സിനിമ ബാധിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ റിവ്യൂ ചെയ്യുന്നതിന് നമ്മൾ നേരത്തെ അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന, അത് അയാളുടെ കംപ്ലീറ്റ് അയാളുടെ ഒപ്പീനിയൻ ആണ്. കാരണം അയാൾ കാശ് കൊടുത്ത് അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾ തുറന്നു. ഞാനത് എപ്പോഴും റിവ്യൂ ചെയ്യുന്ന തെറ്റില്ല, തെറ്റും ശരിയും തിരിച്ചു. പക്ഷെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് മാത്രമേ ഞാൻ എപ്പോഴും അതിന് നമുക്കും അഭിപ്രായ വ്യത്യാസമുള്ളൂ. അത് ഒഴിച്ചു കഴിഞ്ഞാൽ സിനിമയെ പറ്റി പറയുന്നതിൽ സിനിമയെ പറ്റി പറയാലോ, സിനിമയെ പറ്റി ചർച്ച ചെയ്യാം. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസൾട്ടിലോട്ട് കിടക്കുമ്പോഴാണ് അതിനൊരു ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യുന്ന ലെവലിലോട്ട് പോകുന്നത്. ഒരു സംഭവം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതെ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട. അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ നേരത്തെ ചോദിച്ചു, സംഘടനകൾ ഇടപെടേണ്ടതാണോ? അങ്ങനെ ഒരു വിഷയമല്ല. ഇത് വ്യക്തിഹത്യ മിക്കവാറും ഇപ്പൊ ഇക്കനെ വിളിച്ചതടക്കം കൃത്യമായിട്ട് അതൊരു വളരെ മോശം പ്രയോഗമാണ്. മോശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസൽ ഡിഫെയിമിംഗ് ആണ് ആ പറഞ്ഞ വാക്ക്, അല്ലെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം എന്നല്ല, 2-3 വർഷമായി നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു പരാതി കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം അങ്ങനെ അശ്വന്തിനെ ആരും വിളിച്ചിട്ടുണ്ട്, അശ്വന്ത് പരാതി കൊടുക്കില്ല, പിന്നെ തീർച്ചയായിട്ടും കൊടുക്കില്ല. അപ്പൊ കൃത്യമായിട്ടുള്ള അതിനൊരു ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ആ രീതിയിൽ ഇതുവരെ ഞാനും കണ്ടിട്ടില്ല ഇത് എവിടെയും പറയുന്നതായിട്ട്. കാരണം അത് പറയേണ്ട സമയമായിരുന്നു തോന്നുന്നു എനിക്ക്. അല്ല, ഞാൻ പറയേണ്ട സമയത്തിന് അതിന്റെ മുന്നോട്ടുള്ള യാത്രയും ഞാൻ പരാതികളുമായിട്ട് മുന്നോട്ട് പോകുക തന്നെ ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ. അത്തരം ഇൻസൾട്ടിനോട് അത് ആര് ഏത് സ്റ്റാൻഡേർഡ് ഏത് ലെവലിൽ നിൽക്കുന്ന ഒരാളാണെങ്കിലും എന്ത് ചെയ്യുന്ന ആളാണ് ഒരു ഇൻസൾട്ട്, ഇത്തരം ഇൻസൾട്ടുകൾ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. സിനിമ റിവ്യൂ കിട്ടെ, സിനിമയുടെ പ്രോസും കോൺസും ഒക്കെ പറയാം, അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതിനെയൊക്കെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, അശ്വതിന്റെ റിവ്യൂവിനെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, ഇല്ലാന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തെ വ്യക്തിഹത്യ മോശമെന്നല്ല, അത് ലൈക്ക് അത് എന്താ പറയുക, ഒഫൻസ് ആണ്, ക്രിമിനൽ ഒഫൻസ് ആണ് ആക്ച്വലി. അല്ല, അങ്ങനെയുള്ള ഒരാളുകളുടെ കൂടെ ഇരുന്നപ്പോൾ ഞാനും ഒരു നെഗറ്റീവ് ആയി എന്നാണ് എനിക്ക് തോന്നിയത്. ആ വ്യക്തി അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ചർച്ചയ്ക്ക് പോകാനുള്ള കാരണം തന്നെ, ഞാൻ വ്യക്തിഹത്യ ഒരു സൈഡിലുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ പുള്ളി ചെയ്യുന്നതിന്റെ എല്ലാത്തിനും 2 വശങ്ങളുണ്ട്. പുള്ളി ചെയ്യുന്ന റിവ്യൂയിങ് അല്ലെങ്കിൽ പുള്ളിയുടെ ശൈലിയോട് ഞാൻ ഫോളോ ചെയ്യുന്ന ആളാണ്. പലതും പുള്ളി ചില അഭിപ്രായങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. സാധാരണ ഇല്ല, ഞാൻ എല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. 2 വശങ്ങളുണ്ടല്ലോ ഇതിന്. ചില സിനിമകളോട് എന്ന് വെച്ചിട്ട് പുള്ളി ഭീഷ്മവർമ്മയോട് ഇഷ്ടപ്പെട്ടില്ല, ആ സിനിമ സൂപ്പർ ഹിറ്റ് ആയ സിനിമയാണ്. പുള്ളി പ്രണയവിലാസത്തിനെ പറ്റി ആ സിനിമ ഓടിയ സിനിമയാണ്. അപ്പോൾ പക്ഷെ ചില സന്ദർഭങ്ങളിൽ ചില സാധനങ്ങൾ പുള്ളി പറയുന്നതിനോട് രസകരമായി എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിയെ ആയിട്ടുള്ളൊരു ഡിസ്കഷൻ ചർച്ച വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോയിരുന്നു. കൃത്യമായിട്ട് എനിക്കൊരു പ്ലാൻ അല്ല, എനിക്ക് 1-2 കാര്യങ്ങൾ തുറന്നടിച്ച് പുള്ളിനെ അധിക്ഷേപിക്കാനുള്ള ഒരു പ്ലാൻ എനിക്കില്ലായിരുന്നു. അത് കാരണം അതും ഞാനും പുള്ളി തമ്മിൽ വ്യത്യാസമില്ലാതെ, തീർച്ചയായിട്ടും അല്ല ഞാനും പുള്ളി തമ്മിൽ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ഇപ്പൊ അങ്ങനെ ഇൻസൾട്ടിങ് ലെവലിലോട്ട് എനിക്ക് പോകണ്ടാത്തതുകൊണ്ട് ഞാൻ അവിടെ ഇവിടെയും തൊടാതെ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പറയണമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. ആ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത്. അത് കൊള്ളേണ്ട പോലെ കൊണ്ടിട്ടുമുണ്ട്.
കൊള്ളേണ്ടവർക്ക് അത് കൊള്ളും, ഏറ്റെടുക്കുന്നവർക്ക് ഏറ്റെടുക്കാം. പുള്ളിക്ക് അങ്ങനെ റെസ്പോൺസിബിലിറ്റി വന്ന് അടുത്ത ജനറേഷൻ, ഞാൻ അന്ന് എടുത്ത് പറഞ്ഞൊരു സാധനം വെച്ച് കഴിഞ്ഞാൽ, നാളെ നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ജനറേഷൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരും. അവർ ഇതിനേക്കാളും വലിയ ഇൻസൾട്ടും, കാരണം നിങ്ങളെ ഫോളോ ചെയ്തിട്ടേ വരുക. അപ്പൊ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തം വേണം, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി വേണ്ടേന്ന് ഞാൻ ചോദ്യം പോലെ ചോദിച്ചു. കാരണം നാളെ ഈ അദ്ദേഹത്തിനെ ഫോളോ ചെയ്തിട്ട് വരുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇതിനേക്കാളും എക്സ്ട്രീം ലെവൽ ഓഫ് ഇൻസൾട്ടിലോട്ടും ഇതിലോട്ടും പോകുമ്പോൾ ഇവിടുത്തെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ആത്മഹത്യ ചെയ്യേണ്ട ലെവലിലോട്ട് കാര്യങ്ങൾ പോകും. അവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം അവരെ സിനിമേനെ മാത്രമല്ല കൊല്ലുന്നത്, അവരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യാണ്. ഒരു പറഞ്ഞ പോലെ ഓരോ വിളിപ്പേരുകളും ഓരോ ഇൻസൾട്ടും ചെയ്യുമ്പോൾ മാനസികമായിട്ട് ഭയങ്കര സംഘർഷം വരും അവർക്കൊക്കെ. അപ്പൊ ആ ലെവലിലോട്ട് പോകരുത്. അത് അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്തം വേണ്ടേ, അല്ല നിങ്ങളെ ഫോളോ ചെയ്തുകൊണ്ട് ആൾക്കാർ വരില്ല എന്നുള്ള ചോദ്യം അടക്കം ഞാൻ ചോദിച്ചിട്ടുണ്ട്. കൃത്യമാണ്. ഈ പറഞ്ഞ പോലെ ഈ സിനിമ ഇപ്പോൾ തിയേറ്ററിൽ നിറഞ്ഞ സദസ്സോടുകൂടി ഓടിയാണ് അല്ലെ. ഇനി നമുക്ക് പ്ലാനിങ് ഉണ്ട്, ഞാൻ കുറെ സിനിമകൾ ചെയ്യാറുണ്ട് അല്ലെ. ഇനിയിപ്പോ ചെയ്യാനുള്ള സിനിമയിൽ ഞാൻ വിശ്വാസമുള്ള ഒരു സിനിമ ഏതെങ്കിലും പറയാൻ പറ്റുമോ? ഇത് പറഞ്ഞതാണ്, അങ്ങനെ ഒരു വിശ്വാസമുള്ള സിനിമ പറയാൻ പറ്റുമോ? അല്ല, അത് ഞാൻ അതിന്റെ റിലീസിനോട് അടുക്കുമ്പോ അല്ലെങ്കിൽ പറയും. വിശ്വാസമുള്ള ഒരു സിനിമയുണ്ട്, അത് ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും വിശ്വാസമുള്ള സിനിമയാണ്. അതെന്റെ ചേട്ടന്റെ സിനിമയാണ്, വർഷങ്ങൾക്ക് ശേഷം. അതിൽ വിശ്വാസമുണ്ട്. അതിൽ വിശ്വാസം കുറവ് ആർക്കും ഇല്ലല്ലോ. എനിക്ക് കോൺഫിഡൻസ് ഉള്ള 1-2-3 സിനിമകളുണ്ട്. അതിന്റെ റിലീസ് അനുബന്ധിച്ച് അതിന്റെ പ്രൊമോഷൻ പരിപാടികൾക്ക് വരുന്ന സമയം ഞാൻ തീർച്ചയായിട്ടും പറയും. തീർച്ചയായിട്ടും ഇതിപ്പോ ഫലം പറയുന്നത് ഭയങ്കര രീതിക്ക് എന്താണ് അതിന് മറ്റേ മുഖസ്ഥിതി പറയല്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ സിനിമ എത്തിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ കൃത്യമായിട്ട് ദീർഘവീക്ഷണമുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പരാജയപ്പെടുന്ന സിനിമകളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ഇച്ചിരി ലാഗ് ഉണ്ട്, ലാൻഡ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. ഇപ്പോഴുള്ള ചോദ്യം വെച്ചാൽ ആ ലാഗ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കുറച്ചുകൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെ മാനേജ് ചെയ്തൂടെ? കാരണം അതിന്റെ അഭിപ്രായം കൃത്യമായിട്ട് വെച്ചാൽ നമ്മളത് കുറക്കാനുള്ള ശ്രമങ്ങളും, അല്ലെങ്കിൽ ഇത് വിരസത തോന്നിയ സാധനങ്ങളും റീഷൂട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു സംഭവം തോന്നി. പിന്നെ തോന്നി അത് മാറ്റിക്കഴിഞ്ഞാൽ, അത് കട്ട് ചെയ്ത് പിന്നെയും ഇതായി കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫ്ലോ പോവും. കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ലാഗ് ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ തന്നെ കേട്ടോ ഫസ്റ്റ് ഹാഫ് അങ്ങനെ വിട്ടുവെച്ചത്. കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇന്ന സ്ഥലത്ത് കുറച്ച് ഫസ്റ്റ് ഹാഫിൽ ഇന്നുണ്ട്, സെക്കൻഡ് ഹാഫിൽ എൻഗേജിങ് ആണ്. ക്ലൈമാക്സ് ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ക്ലൈമാക്സ്, അതിൽ വലിയ സർപ്രൈസുകളോ സസ്പെൻസോ ഒന്നുമില്ല. കാരണം അത്തരം സസ്പെൻസുകൾ കൊടുക്കേണ്ട സിനിമയല്ല. ആ നാട്ടുമ്പുറത്ത് സ്വാഭാവികമായിട്ട് ഇതൊക്കെ സംഭവിക്കുള്ളൂ. അതിനകത്ത് വലിയ മഹാത്ഭുതമൊന്നും സംഭവിക്കാനില്ല. പഴയ സിനിമകളുടെ ഒരു ഫോർമുലയുണ്ട്. പക്ഷെ ഇന്നത്തെ കുടുംബ പ്രേക്ഷകർക്ക് ഈ കാലം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലം ഇത്തരം സിനിമകളും വേണം. ഈ കുടുംബ പ്രേക്ഷകർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഇപ്പൊ ഹൃദയം ക്യാമ്പസിലെ അല്ലെങ്കിൽ കോളേജ് പിള്ളേർ സെലിബ്രേറ്റ് സിനിമയാണ്. അതുപോലെ കുടുംബ പ്രേക്ഷകർക്ക് വല്ലപ്പോഴും കിട്ടുന്നതാണ് ഇതുപോലത്തെ ഇത്തരം സിനിമകൾ. അവർ തീർച്ചയായിട്ടും നമ്മൾ ടാർഗറ്റ് ചെയ്തതും അത്തരം പ്രേക്ഷകരെയാണ്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽ ഒരുപാട് സന്തോഷം. വൈഫ് എന്ത് പറഞ്ഞു? ഇഷ്ടപ്പെട്ടു ഭയങ്കര. കാരണം വൈഫ് പോയത് വൈഫിന്റെ ഫാമിലി, അച്ഛനും അവരുടെ കസിൻസും ആന്റിയും അങ്കിളൊക്കെ ആയിട്ടാ. ഇനി കുറച്ചു കാലം ഇനി കുടുംബ വീട്ടിൽ, അല്ല ഭാര്യ വീട്ടിൽ ഒരു പേരോട് കൂടി, ഇത്രയും കാലം ചിത്തപ്പേരായിരുന്നു, ഒരു പേരോട് കൂടി പോവാം. അതിന്റെ അഭിമാനത്തോടുകൂടി പോവാം അല്ലേ. അപ്പം ഒത്തിരി സന്തോഷം.